അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ 1ാം ക്ലാസ് അറബി ക്രിസ്മസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നുലവിനു വനക്തുബു. എന്താണ് നുലവിനു എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ കൊടുക്കാമെന്നാണ്, കളർ ചെയ്യാമെന്നാണ്. വനക്തുബു എന്നിട്ട് എഴുതുകയും ചെയ്യാം. അതായത് എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്ന് നിങ്ങൾ താഴെ എഴുതുവാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിത്രത്തിന് എന്ത് കളറാണ് കൊടുക്കേണ്ടത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കാണുന്ന ചിത്രം? ഏതാണ്? ഒരു മരമാണ്. മരത്തിൻ്റെ ഇലകൾക്കൊക്കെ എന്തായിരിക്കും നിറം വരുന്നത്? അഹ്ലർ അല്ലേ, പച്ച നിറമായിരിക്കും. അപ്പോൾ ആ ഒരു പച്ച നിറമാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെ ആ ഒരു ചിത്രത്തിന് താഴെ ആയിക്കൊണ്ട് എന്താണ് മരത്തിന് അറബിയിൽ പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. എന്താണ് മരത്തിന് അറബിയിൽ പറയുന്നത്? ഷജറ എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു അക്ഷരം മാത്രമാണ് അവിടെ വിട്ടു പോയിട്ടുള്ളത്, ബാക്കിയെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതേതാണ്? ഷീനാണ്. അപ്പോൾ നിങ്ങളവിടെ ഷജറ ആ ഒരു ഷീൻ അവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നെസ്ഫുലു ബിൽ മുനാസിബ്. നമുക്ക് യോജിച്ചത് തമ്മിൽ ചേർത്ത് കൊടുക്കാം എന്നാണ് അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കുറേ പൂക്കൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇപ്പുറത്തായിക്കൊണ്ട് എണ്ണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഗ്രൂപ്പിലും എത്ര പൂക്കളാണ് വരുന്നത് എന്ന് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു നമ്പറിനോട് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചോദ്യം മനസ്സിലായോ? നോക്കൂ, ഒന്നാമത്തതിൽ നമുക്ക് എത്ര പൂക്കളാണ് കാണാൻ പറ്റുന്നത്? എന്താണ്? സഹറത്തുൻ വാഹിദ ആണ് അല്ലേ. ഒരു പൂവാണ് കാണുന്നത്, സഹറത്തുൻ വാഹിദ അല്ലെ, ഒരൊറ്റ പൂവാണ് അവിടെ കാണുന്നത്. അപ്പം നമുക്ക് അതിനെ ഏതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം? ആ ഒരു വാഹിദ അല്ലേ, വാഹിദ എന്നതിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ചിത്രം നോക്കൂ, അതിൽ എത്ര പൂക്കളെ കാണാൻ പറ്റുന്നുണ്ട്? അവിടെ നമുക്ക് 5 പൂക്കളെ കാണാൻ പറ്റുന്നുണ്ട്. 5 എന്താണ് നമ്മൾ അറബിയിൽ പറയുന്നത്? ഹംസ അല്ലേ, ഹംസ എന്നാണ് പറയുക. അപ്പം അതിൽ ഏതാണ് ഹംസ? അതിൽ 4ാമത്തതാണ് അല്ലേ. അപ്പം അതിലേക്ക് നമുക്ക് ആ ഒരു ചിത്രത്തെ മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽ എത്ര പൂക്കളെ കാണുന്നുണ്ട് എന്ന് നോക്കൂ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത അല്ലേ, 6 പൂക്കളാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിലേതിലേക്കാണ് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്? ഏറ്റവും താഴെ നമുക്ക് സിത്തയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അതിലേക്കാണ് അതിനെ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 4ാമത്തെ ഗ്രൂപ്പ് നോക്കൂ. അതിൽ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ അല്ലേ, 4 പൂക്കളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അർബ എവിടെയാണ്? 1ാമത്തേതാണ്, അതിലേക്ക് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ഗ്രൂപ്പ് നോക്കൂ. വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ. എത്ര പൂക്കളുണ്ട് അവിടെ? 7 പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കവിടെ ആ ഒരു സബ അതിലേക്ക് അതിനെ മാച്ച് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ മക്കളെ? അടുത്ത ചോദ്യം നോക്കൂ. കെമ്മിൽ അൽഹാനാത്ത്. അവിടെയുള്ള ബോക്സുകളെ പൂർത്തിയാക്കുവാനാണ്, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാനാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഷാ, ഷീ, ഷൂ, ഷ് അല്ലേ, ഷാ, ഷൂ. ഇതുപോലെ നിങ്ങൾ ത്വാ, അതുപോലെ ജീമ്, ഐന്, മീമ്, സായി ഈ അക്ഷരങ്ങളൊക്കെ ഇതേപോലെ നിങ്ങൾ എഴുതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? ത്വാ അല്ലേ, ത്വീ, തൂ, തു അല്ലേ. പിന്നെന്താണ്? തോ, തു. അങ്ങനെയാണ് ഒന്നാമത്തത്. പിന്നെ ജാ, ജി, ജൂ, ജ്, ജാ, ജൂ അല്ലേ. പിന്നെ ആ, ഐ, ഓ, ആ, ഓ. മനസ്സിലായല്ലോ? മാ, മീ, മൂ, മ്, മാ, മൂ. പിന്നെന്താണ്? സ, സി, സു, സ്, സ, സു. മനസ്സിലായ മക്കൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന്? ഓരോ അക്ഷരങ്ങളും അതിന് ഫതഹ് വരുന്നത്, അതുപോലെ തന്നെ കെസ്റ് വരുന്നത്, ഗമ്മ് വരുന്നത്, അതുപോലെ സുക്കൂന് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ അലിഫ് അവിടെ നീട്ടാൻ വേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? വാവ് കൊടുത്തുകൊണ്ട് നമ്മൾ ഊ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെയാണ് അവിടെ നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. നാല ഫായിസ് അൽ മർത്തബത്തിൽ ഊല ഫി മഹർജാൻ ഫഹന്നഅതുഹു ഉമ്മഹു കൈഫ അജാബ്. എന്താണ് ചോദ്യം? നാല ഫായിസ്, ഫായിസ് എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടി. എന്താണ് കിട്ടിയത്? അൽ മർത്തബത്തിൽ ഊല,
ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നാണ്. ഫിൽമഹർജാൻ, അതായത് സ്കൂൾ കലോത്സവത്തിലാണ് കേട്ടോ. അപ്പോൾ ഫായിസ് എന്ന് പറയുന്ന കുട്ടിക്ക് കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടി. അങ്ങനെ അവൻ്റെ ഉമ്മ അവനെന്ത് ചെയ്തു, അഭിനന്ദിക്കുകയാണ് അല്ലേ. അങ്ങനെ അവൻ്റെ ഉമ്മ അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നോക്കൂ. മുബാറക് മുബാറക് യാ ബുനയ്യ അല്ലേ, എന്താണ് കൺഗ്രാജുലേഷൻ അല്ലേ, ആശംസകൾ എന്നാണ്, മകനെ നിനക്ക് ആശംസകൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഫായിസ് പറയുന്ന മറുപടി? നമ്മളോട് ഒരാൾ ആശംസയൊക്കെ അറിയിച്ച് നമ്മൾ എന്താണ് പറയുക, താങ്ക് യു എന്ന് പറയും അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ശുക്രയ്യ ഉമ്മി, അതായിരിക്കും ഫായിസ് പറയുന്ന മറുപടി. എന്തായിരിക്കും, ശുക്രയ്യ ഉമ്മി അല്ലെ, ഉമ്മ താങ്ക് യു എന്നായിരിക്കും ഫായിസ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നുസായിദ് ഫായിസ ലിതക്മിലത്തിൽ മല്ലൂമ, അവിടെ കൊടുത്തിട്ടുള്ളതൊരു ചെറിയ കവിതയാണ് അല്ലേ. ആ ഒരു കവിത ഫായിസ് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫായിസിനെ സഹായിക്കാമെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഫായിസ് എഴുതിയിട്ടുള്ളത് മുഴുവനായിട്ടില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ജാ അൽ ലൊബിയോ ജാ അൽ ലൊബിയോ ജാ അൽ ലൊബിയോ ലിൽ ജരി ഫാസൽ ലൊബിയോ ഫാസൽ ലൊബിയോ ഫാസൽ ലൊബിയോ ഫിൽ ജരി. അതാണ് ഫായിസ് എഴുതിയിട്ടുള്ള കവിത അല്ലേ. ഇനി ആ ഒരു ലൊബിയ എന്നതിൻ്റെ പകരം നമ്മൾ അവിടെ ആ ഒരു ചിത്രത്തിൽ എന്താണ് കാണുന്നത്, ഒരു നെമിറിനെയാണ് അല്ലേ. ഒരു നെമിറിനെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു പുലിയെ. അപ്പം നമുക്കവിടെ ലൊബിയ എന്നുള്ളതിൻ്റെ പകരം നമ്മൾ എന്ത് വെച്ച് കൊടുക്കണം, അവിടെ നെമിർ എന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു പാട്ടിനെ, ആ ഒരു കവിതയെ മാറ്റി എഴുതുവാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല മക്കളെ ചോദ്യം എന്താണെന്ന് നോക്കൂ. ജാ എൻ നെമിറോ ജാ എൻ നെമിറോ ജാ എൻ നെമിറോ ലിൽ ജരി അല്ലേ. പിന്നെ എന്തായിരിക്കും, ഫാസൽ ലൊബിയോ ഫാസൽ ലൊബിയോ ഫാസൽ ലൊബിയോ ഫിൽ ജരി. അങ്ങനെയാണ് ആ ഒരു മൽലൂമ പൂർത്തിയാക്കേണ്ടത്. എളുപ്പമല്ലേ മക്കളെ അത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഉക്തുബ് കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എഴുതാനാണ്. അപ്പോൾ അവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്, ഒരു ടോയ് ആണ് അല്ലെ, ഒരു കളിപ്പാവയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ ഒരു കള്ളിയിലായിട്ട് നമുക്ക് കുറച്ച് അക്ഷരങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ അക്ഷരങ്ങളെ ഓർഡർ അല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു അക്ഷരങ്ങൾ ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്താണ് ആ ഒരു ചിത്രത്തിന് പറയുക എന്നാണ് എഴുതേണ്ടത്. നോക്കൂ. അപ്പോൾ അവിടെ ഒന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് ലോബത്ത് എന്നാണ് അല്ലേ. ടോയ്ക്ക് പറയുക എന്താണ്, ലോബത്ത്, കളിപ്പാവ, അതാണ് ലോബത്ത്. ഇതുപോലെ ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എഴുതാണ് വേണ്ടത് കേട്ടോ. നോക്കൂ, രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ ആരാണ് നിൽക്കുന്നത് എന്ന്, ആരാണിത്, ഇതാരാണ്, സാലബാണ് അല്ലേ. ആരാണ്, സാലബ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സാലബ് എന്ന് എഴുതേണ്ടത്? ആദ്യം വരുന്ന അക്ഷരം ഏതായിരിക്കും, സാ ആയിരിക്കും. പിന്നീട് ഏതായിരിക്കും വരുന്നത്, ഐനായിരിക്കും അല്ലേ. പിന്നീട് ലാമ്, പിന്നെ ബാ. അങ്ങനെയാണ് നമ്മൾ സാലബ് എന്ന് എഴുതുക. മക്കൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത് എന്ന് നോക്കൂ. അവിടെ എന്താണ് കാണുന്നത്, ഒരു ബനാനയാണ് അല്ലേ, ഒരു പഴമാണ് നമുക്ക് കാണുന്നത്. എന്താണ് പഴത്തിന്, മൗസ് എന്നാണ് പറയുക. എന്താണ് പറയേണ്ടത്, മൗസുൻ എന്നാണ്. മൗസുൻ എന്ന് എഴുതുമ്പോൾ ഏതായിരിക്കും ആദ്യം വരുന്ന അക്ഷരം, മീമായിരിക്കും അല്ലേ. പിന്നെ ഏതാണ് വരുന്നത്, വാവായിരിക്കും. പിന്നെ സായി, അങ്ങനെയല്ലേ എഴുതാം. അപ്പോൾ എങ്ങനെയാണ്, മീമ് വാവ് സായി. അപ്പോഴാണ് എന്താവുന്നത്, മൗസ് ആവുന്നത് അല്ലേ. ഇനി അവസാനത്തെ ചിത്രം നോക്കൂ. എന്താണ് മക്കളെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്, ഖിത്തോറാണ് അല്ലേ. ഒരു ട്രെയിനാണ് അവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. നല്ല ഭംഗിയുള്ളൊരു ട്രെയിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രെയിൻ അറബി പറയുന്നത്, ഖിത്തോർ എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പറയുക, ഖിത്തോറൻ എന്നാണ് പറയുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ഖിത്തോർ എന്ന് എഴുതേണ്ടത്? ആദ്യത്തെ അക്ഷരം ഏതായിരിക്കും, ഖാഫ് ആയിരിക്കും അല്ലേ. പിന്നീടോ തോ, പിന്നെ അലിഫ്, പിന്നെ റോ അല്ല, അങ്ങനെയല്ലേ ഖിത്തോർ എന്ന് എഴുതാം. അപ്പം ഇതുപോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതേ ചിത്രങ്ങൾ തന്നെ തരണം എന്നൊന്നുമില്ല കേട്ടോ. ഈ രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ മറ്റ് ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാലും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും നന്നായി പഠിച്ച് നല്ല കുട്ടികളായിട്ട് മുഴുവൻ മാർക്കും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടോ. എല്ലാവർക്കും മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ടീച്ചറും പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ടീച്ചറുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.